ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളിലും അവരുടെ കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ദൈവവചനം ഒരാശയമായി മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുടെ വെളിപ്പെടലുകളായി അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നു. ഒരനുഭവം ഇതാ നമ്മളോട് ഈ കാര്യം സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജോസഫീന. ഞാൻ എറണാകുളം ജില്ലയിൽ വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം നൽകുന്നത്. എൻ്റെ മകൾ ജനിച്ച് 1 വയസ്സായപ്പോൾ മുതൽ അലർജി രോഗത്തിന് അടിമയായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ അവൾക്ക് വറുത്തതോ പൊരിച്ചതായ സാധനങ്ങളൊന്നും തന്നെ തിന്നുവാൻ സാധിക്കില്ല. വേവിച്ച ഫ്രൂട്ട്സ് ഐറ്റംസോ റസ്കോ ബിസ്ക്കറ്റോ മാത്രമേ തൊടാൻ സാധിക്കുള്ളായിരുന്നു. അവൾ റസ്കും ബിസ്ക്കറ്റുമായിട്ട് എങ്ങനെ ജീവിതം കഴിക്കും? 14 വയസ്സ് വരെ അവളെ എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു. എല്ലാ ഡോക്ടേഴ്സും മരുന്ന് കൊടുത്തിട്ടും കുറവുണ്ടായില്ല. അവസാനം ഒരു ഹോമിയോ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടി കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഭക്ഷണം ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് വറുത്തതോ പൊരിച്ച ഭക്ഷണങ്ങൾ ചെല്ലുമ്പോഴും ബേക്കറി ഐറ്റംസ് ചെല്ലുമ്പോഴുമാണ് അസുഖം വരുന്നത്. കഫക്കെട്ടലും പനിയും ചുമയുമാവും. അപ്പോൾ തന്നെ ശ്വാസം മുട്ടൽ പോലെയാവും. പിന്നെ ചില നേരം ബോധം കെട്ട് വീഴുകയും ചെയ്യും. അങ്ങനെ ഹോമിയോ മരുന്ന് ഞങ്ങൾ വർഷങ്ങളോളം കൊടുത്തു. ഒരു ദിവസം അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ എൻ്റെ അമ്മച്ചി പറഞ്ഞു, നീ TV-യുടെ മുന്നിൽ വന്ന് ഈ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ. അപ്പോൾ വല്ലാർപാടത്ത് ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. 4 ദിവസം ഞാൻ അവിടെ പോയി. 5-ാം ദിവസമാണ് പട്ടായിൽ അച്ഛനെ കാണാൻ സാധിക്കുന്നത്. പട്ടായിൽ അച്ഛൻ വരുന്ന ദിവസം എനിക്ക് പോകാൻ സാധിച്ചില്ല. എൻ്റെ അമ്മച്ചി പോയി ധ്യാനം കൂടിയായിരുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഇന്ന് അവിടെ പോയി ധ്യാനം കൂടിയില്ലെങ്കിൽ ഈ TV-യുടെ മുന്നിൽ കൊച്ചിനെ കൊണ്ടുവന്ന് നീ പ്രാർത്ഥിക്കും. അവിടെ പോയിട്ട് ധ്യാനം കൂടാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ടെലിവിഷനിൽ അഭിഷേകാഗ്നി വരുമ്പോൾ നിങ്ങൾ TV-യുടെ മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് നന്നായിട്ട് അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മ നല്ലൊരു കൃപയുള്ള അമ്മയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് ശ്വാസം മുട്ടൽ പോലെയായിരുന്നു. അവൾക്ക് കിടപ്പായിരുന്നു. ഞാൻ കൊണ്ടുവന്ന് സെറ്റിയിൽ കൊണ്ടുവന്ന് ചാരി ഇരുത്തി 2 കരങ്ങളും ഈശോയുടെ നേരെ നീട്ടി പ്രാർത്ഥിക്കുവാൻ അവളോട് ഞാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞ് എപ്പോഴും ചോദിക്കും, എനിക്ക് മാത്രം ഒന്നും കഴിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരും സ്കൂളിൽ സ്നാക്സ് എല്ലാം കൊണ്ടുവരുമ്പോഴും വീട്ടിലെല്ലാവരും കഴിക്കുമ്പോഴും ഇവൾ ബിരിയാണി കഴിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവളും പ്രാർത്ഥിച്ചു, ഞാനും ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോയെ, എൻ്റെ മകളെ നീ തൊട്ട് സൗഖ്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അട്ടപ്പാടിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും മകളും പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ ഇന്ന് വരെ 3 വർഷം ഇന്ന് വരെ എൻ്റെ മകൾക്ക് യാതൊരു അസുഖവും വന്നിട്ടില്ല. അപ്പോൾ അന്ന് അഭിഷേകത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അപ്പം തൊട്ട് അലർജി മാറി. പിന്നെ കുഴപ്പമില്ല, പിന്നെ വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഇതുവരെ പിന്നെ അത് വന്നിട്ടില്ല. അതിനുവേണ്ടി എല്ലാ ഭക്ഷണം കഴിക്കും. അതിനു മുമ്പ് ഇങ്ങനത്തെ വറുത്തതും പൊരിച്ചതും കോഴിക്കറി ഇല്ല, പനി വരും. കോഴിക്കറി പറ്റില്ല, ശ്വാസം മുട്ടല, ഒന്നും കഴിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷെ ഇപ്പൊ എല്ലാ ഭക്ഷണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടുന്നു. കൈ ഉയർത്തി കൈയടിച്ച് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടുന്നു. ജനതകൾ കണ്ടിടുന്നു. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടുന്നു. ഇന്നിവിടെ ഈ നിമിഷം
ജനതകൾ കണ്ടിടുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടുന്നു. ജനതകൾ കണ്ടിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ജീവിക്കുന്നവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കുടുംബങ്ങളിൽ രോഗികളായി കിടക്കുന്ന മക്കളെ കർത്താവ് ഇപ്പോൾ ആശ്വസിപ്പിക്കും. നിങ്ങൾ ടെലിവിഷന് മുമ്പിലേക്ക് വചനം കേൾക്കുന്ന വിധം ആ രോഗികളായ മക്കളെ കൊണ്ടുവരാൻ സാധിച്ചാൽ ഇപ്പോൾ കൊണ്ടുവന്നിരുത്തുക. കുട്ടികളെല്ലാം ഈ സമയം കർത്താവിനെ ആരാധിച്ച് യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കാൻ പ്രതീക്ഷാ നിർഭരമായൊരു വിശ്വാസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. രോഗാവസ്ഥകൾ സമർപ്പിക്കുക, കുടുംബത്തിൻ്റെ വഴക്കും കലഹങ്ങളും സമർപ്പിക്കുക, വചനം കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്ത വിധം അടഞ്ഞുപോയ ഹൃദയ കാഠിന്യത്തിൻ്റെ അവസ്ഥകളെ സമർപ്പിക്കുക, അനുതാപരഹിതമായ ഹൃദയത്തിൻ്റെ മേഖലകളെയും വേദനകളെയും സമർപ്പിക്കുക, കുമ്പസാരിക്കാൻ പറ്റാത്ത അവ സമർപ്പിക്കുക. യേശുവിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്, അത് പറയുക. സ്വർഗത്തിൽ പോകാൻ നിത്യജീവൻ്റെ ഉടമസ്ഥതയിലേക്ക് ആഗ്രഹമുണ്ട്, പറയുക. കഠിന പാപത്തിൻ്റെ അടിമത്തമാണ്, കർത്താവേ എനിക്ക് മദ്യപാനത്തിൻ്റെ അടിമത്തമുണ്ട്, എനിക്ക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ശീലമുണ്ട്. നിങ്ങളുടെ വേദന പറയുക. എന്താണോ നിങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നത് ആ ഭാരം ഇപ്പോൾ കർത്താവിന് മുമ്പിലേക്ക് എടുത്തു വെക്കുക. കർത്താവ് ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്. ദൈവവചനം ഇപ്രകാരം പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് ഏറ്റെടുക്കും. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. കുറേ നേരം സ്തുതിക്കണം. ഈ ടീമിനോട് ചേർന്ന് സ്തുതിക്കുക. ഇപ്പോൾ തന്നെ സ്തുതിക്കുക. യേശുവിന്റെ നാമത്തിന് ശക്തിയോടെ വ്യാപരിക്കുന്നു. കർത്താവിന്റെ അത്ഭുത സാന്നിധ്യത്തോടെ നിറയുന്നു. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഓ ദൈവമേ, ഇപ്പോൾ സ്പർശിക്കണമേ തകർന്ന ഹൃദയങ്ങളെ, നമ്മുടെ പ്രിയ മക്കളെ വാരി പുണരണമേ. ഓരോ തകർന്ന ഹൃദയങ്ങളെ ഏറ്റെടുക്കണമേ, വേദനകൾ ഏറ്റെടുക്കണമേ, കണ്ണുനീര് ഒപ്പിയെടുക്കണമേ. പിതാവേ പിതാവേ, യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പോൾ യേശുവിന്റെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തിന്മകൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്ധകാരങ്ങൾ തകരട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, തകർന്നവർ വീണ്ടും പുനരുദ്ധരിക്കപ്പെടട്ടെ. എല്ലാ തകർന്ന ഹൃദയങ്ങളും വീണ്ടും ശക്തി പ്രാപിക്കട്ടെ. കഴുകനെ പോലെ ചിറകടിച്ചു ഉയരാൻ തക്കവണ്ണം അത്ഭുത അഭിഷേകം ഇപ്പോൾ ദാസന്മാരുടെ മേൽ ശക്തമായി ആവസിക്കട്ടെ. ഗ്ലോറി. ഹല 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 ഹല. എസെക്കിയേൽ 37-ാം അധ്യായത്തിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് പോലെ വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം കേൾക്കുവീൻ. ഗ്ലോറി 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 ഗ്ലോറി. ഫയർ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുത അഭിഷേക ശക്തി. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, അതിന്റെ ബന്ധനങ്ങൾ നീങ്ങട്ടെ, കുടുംബങ്ങളുടെ അന്ധകാരങ്ങൾ നീങ്ങട്ടെ, ഭാരങ്ങൾ നീങ്ങട്ടെ. യേശു നാമത്തിൽ വിടുതൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. വിദ്യാർത്ഥിനികളെ ബാധിച്ചിരിക്കുന്ന വ്യാധികൾ, രോഗങ്ങൾ, പഠന തടസ്സങ്ങൾ, ബുദ്ധിമോശം യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹപിതാവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ എല്ലാ ഹൃദയങ്ങളെയും നിറയ്ക്കണമേ, നിറവ് നൽകണമേ കർത്താവേ. ആരുമില്ലാത്ത ഏകാന്തതയും അനാഥത്വം അനുഭവിക്കുന്ന ഹൃദയങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. അവിടുത്തെ ദിവ്യ സ്പർശനത്താൽ ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേൽ വലിയ ആശ്വാസകൃപ നിറയട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരുന്ന് ദൈവവചനം നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജോഷുവായും സാത്താനും. സക്കറിയ പ്രവചനത്തിലെ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോഷുവ ആൻഡ് സൈറ്റൻ
NRSV ബൈബിളിൽ, ഇംഗ്ലീഷ് ബൈബിളിൽ സക്കറിയ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിലെ ഈ ഭാഗം ഒരു സബ് ഹെഡിങ്ങോട് കൂടിയാണ് ആരംഭിക്കുന്നത്. ആ സബ് ഹെഡിങ് ഇങ്ങനെയാണ്: ഫോർത്ത് വിഷൻ, ജോഷുവ ആൻഡ് സൈറ്റൻ. ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 3 വേഴ്സ് 1. Then he showed me the high priest Joshua standing before the angel of the Lord, and Satan standing at his right hand to accuse him. ജോഷുവ എന്ന പ്രധാന പുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ജോഷുവയുടെ തൊട്ടടുത്ത് സാത്താൻ അവനിൽ കുറ്റമാരോപിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത് കർത്താവ് ഈ ജോഷുവ എന്ന പ്രധാന പുരോഹിതന് കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രധാന പുരോഹിതൻ ആ ദേശത്തെ ജനത്തിൻ്റെ മുഖ്യ ചുമതലയുള്ള ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിന് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ഒരു വിശിഷ്ട പാത്രമാണ്. അത്രയും ദൈവത്തിന് പ്രിയങ്കരനായ പ്രധാന പുരോഹിതൻ ജോഷുവ ദൈവസന്നിധി നിൽക്കുമ്പോൾ ഈ ജോഷുവയെക്കുറിച്ച് കുറ്റം ആരോപിക്കാൻ സാത്താൻ അവൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്ന് ദൈവം ഈ പ്രധാന പുരോഹിതന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? എനിക്കും നിങ്ങൾക്കുമെതിരെ കുറ്റം ആരോപിക്കുന്ന ഒരുവൻ എൻ്റെയും നിങ്ങളുടെയും അരികിൽ സദാ ദൈവസന്നിധിയിലുണ്ട്. സദാ ദൈവസന്നിധിയിൽ എന്നെയും നിങ്ങളെക്കുറിച്ച് ദുഷിച്ച് പറയുന്ന, കുറ്റം ആരോപിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച് എന്നെയും നിങ്ങളെ ദുഷിക്കുന്ന ഒരുവൻ ദൈവസന്നിധിയിൽ എനിക്കെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന സർവ്വ കാര്യങ്ങളെയും അവൻ ദുഷിച്ച് പറയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു ദൈവവചനപ്രകാരമുള്ള സത്യമാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിനെ കുറ്റം പറയുന്ന ഒരുവനുണ്ട്, അതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കാണിക്കുന്ന ഒരുവനുണ്ട്. ഒരു കുറ്റം ഇല്ലെങ്കിലും കുറ്റപ്പെടുത്തുന്ന ഒരുവനുണ്ട്. അതാണ് സാത്താൻ. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സസ് 9 and 10. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു: ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, രാപകൽ നമ്മൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നമ്മളെക്കുറിച്ച് പഴി പറയുന്ന ഒരുവൻ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. രാപകൽ സഹോദരരെ ദുഷിക്കുകയും പഴി പറയുകയും ചെയ്തിരുന്ന പുരാതന സർപ്പം, സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പത്തെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊരു സംഭവം. ഞാൻ 5-ലും 6-ലും എനിക്ക് അച്ഛന്മാരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഇടവക പള്ളിയിലെ വികാരി അച്ഛൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 5-ലും 6-ലും പഠിക്കുന്ന സമയം, അപ്പോൾ ഒരു ദിവസം പള്ളിയിൽ പൊതുപ്പണിയോ എന്തോ നടക്കുകയാണ്. ആ പൊതുപ്പണി കഴിഞ്ഞ് എല്ലാവർക്കും ഗോതമ്പും കണ്ട് പായസം ഉണ്ടാക്കി കൊടുത്തു. എല്ലാ കുട്ടികൾക്കും പായസം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എനിക്കും ഒരു പാത്രം പായസം കിട്ടി, കുറച്ച് പായസം കിട്ടി, എല്ലാവർക്കും കിട്ടി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വികാരിയച്ഛന് പായസം കിട്ടിയിട്ടില്ല. വികാരിച്ചൻ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പായസം കൊടുത്തു. ഞാൻ നോക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ വേഗം, എനിക്കാണെങ്കിൽ അച്ഛനോട് ഭയങ്കര സ്നേഹം, അച്ഛൻ കഴിക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ വേഗം അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഈ പായസം കഴിച്ചോ, ഞാൻ വേറൊരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ ആ പായസം വാങ്ങി. അച്ഛന് ഇഷ്ടമായിരുന്നു, എന്നെ ഇഷ്ടമായിരുന്നു, എനിക്ക് അച്ഛനെ ഇഷ്ടമായിരുന്നു. അച്ഛൻ ആ പായസം വാങ്ങി.
ഞാൻ വേറൊരു പാത്രം പായസം ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് വേറൊരു പാത്രത്തിൽ എടുത്താൽ മതി. ഞാൻ നോക്കും ആരും അച്ഛന് കൊടുക്കണ്ട, അപ്പം ഞാൻ വേഗം കൊണ്ട് കൊടുത്തു. ഞാൻ 6 മറ്റേ ആയിട്ടുള്ളൂ. ഉടനെ അച്ഛൻ എല്ലാവരോടും വരും പറഞ്ഞു, കണ്ടോ നിങ്ങളെല്ലാം കിട്ടിയപ്പോൾ നിങ്ങൾ കഴിച്ച്, ഇവൻ കണ്ടോ എനിക്ക് പായസം തന്ന കണ്ടോ എന്ന് തമാശയ്ക്ക് കുട്ടികളോട് പറഞ്ഞു. ഉടനെ തന്നെ എൻ്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ ഉറക്കെ വിളിച്ച് പറയാ, അത് വെറുതെ ആണെന്ന് അച്ഛന് വിചാരമുണ്ടോ? എന്നെക്കുറിച്ച് കുറ്റാരോപിക്കുക. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മനസ്സിൽ വേറെ ഒന്നും തോന്നിയിട്ടില്ല. അച്ഛൻ പായസം ഇല്ലാതിരിക്കാണ്ട് എനിക്കാണെങ്കിൽ അച്ഛനോട് എപ്പോഴും സ്നേഹമാണ്, അതുകൊണ്ട് അച്ഛൻ കഴിക്കാതെ ഞങ്ങൾ കഴിക്കണത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ വേഗം അച്ഛന് കൊടുത്തു. ഉടനെ പറയുകയാണേ, ഇതൊന്നും വെറുതെ അല്ല, അതിൻ്റെ പുറകിൽ തട്ടിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര 100% നിഷ്കളങ്കമായി ചെയ്താലും അതിൽ ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് ദൈവസന്നിധി ഒരാൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ സാത്താൻ ദൈവസന്നിധി എന്ന് പറയുന്നുണ്ട്, കണ്ടില്ലേ ആ വട്ടാലിച്ചനെ, ഇത് വെറുതെയാണോ? കാര്യമുണ്ടാവും. ഇങ്ങനെ പലതും നമ്മളെക്കുറിച്ച് എന്തെല്ലാം ദുഷി പറയാമോ അതെല്ലാം സാത്താൻ സ്വർഗത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ആഹ്ലാദം ഉണ്ടാകാൻ, സാത്താൻ ഒരു കുറ്റം പറയാൻ ഇടവരാത്ത വിധം നിഷ്കളങ്കമായ ഒരു ജീവിതത്തിനും ഹൃദയത്തിനും ഉടമയായി തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഈ ഒരു ആഗ്രഹം സ്വർഗസ്ഥനായ പിതാവിനുണ്ടായിരുന്നത് കൊണ്ടാണ് സക്കറിയ പ്രവചനത്തിലെ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പ്രധാന പുരോഹിതനായ ജോഷുവയെ ഈ ഒരു ദർശനം ദൈവം അങ്ങോട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ജോഷുവ, നീ നോക്കണം, നിന്നെക്കുറിച്ച് എപ്പോഴും കുറ്റം പറയുന്ന ഒരുവൻ നിൻ്റെ അടുത്ത് തന്നെ എൻ്റെ സന്നിധിയിൽ നിന്ന് നിനക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ ഇത് കാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. ജോബിൻ്റെ പുസ്തകത്തിലും ഇതുപോലൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ജോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 6 തൊട്ട് 11 വരെ തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു. സാത്താനും അവനോടുകൂടെ വന്നു. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയാകെ ചുറ്റി സഞ്ചരിച്ച് വരികയാണ്. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനും ആയി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ദൈവത്തിന് ജോബിനെ കുറിച്ച് ഉറപ്പാ. ദൈവം പറയാണ്, ഈ ജോബിനെ പോലെ സത്യസന്ധനായി ഭൂമിയിൽ ആരാ ഉള്ളത്? ഈ ജോബിനെ പോലെ നിഷ്കളങ്കൻ, തിന്മയിൽ അകന്ന് ജീവിക്കുന്നവൻ, കറയില്ലാത്ത മനുഷ്യൻ എന്ന് ദൈവം അംഗീകരിച്ച ആളാണ് ജോബ്. അത്രയ്ക്കും നീറ്റായ, അത്രയ്ക്കും നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു ജോബ്. കാരണം ദൈവത്തിന് പോലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അത്രയും ക്ലിയറാണ് ജോബ്. അതുകൊണ്ടാണ് ജോബിനെ കുറിച്ച് ദൈവം അത്രയും അസർട്ടീവായിട്ട് പറയുന്നത്, എൻ്റെ ദാസനെ ജോബിനെ നീ കണ്ടോ? അവനെ പോലെ നിഷ്കളങ്കനും നീതിമാനും സത്യസന്ധനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനെ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ എന്ന് അത്ര ഉറപ്പായി ദൈവം ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ സാത്താൻ പറയുന്നത് ശ്രദ്ധിച്ചോ? അടുത്ത വാക്യത്തിൽ സാത്താൻ പറയുകയാണ്, 9, 10, 11 തിരുലിഖിതങ്ങൾ. സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? ഓക്കെ, കൊളുത്ത് അവിടെ കുറ്റം കണ്ടുപിടിക്കുക. അതെ, ജോബ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഓക്കെ അങ്ങയുടെ മുമ്പിലൊക്കെ ക്ലിയർ, പക്ഷേ ഇതൊക്കെ വെറുതെയാണെന്ന വിചാരം. ഇങ്ങനെ നീ ചെയ്യണ പോലെ ഇതുപോലെ ആരോഗ്യവും സ്വത്തും സൗന്ദര്യവും മക്കളെയും വീടും ഒക്കെ കൊടുത്താൽ പിന്നെ ആർക്കാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലാത്ത? ഇതുമാതിരി കുറ്റപ്പെടുത്തുക, ജോബിനെ ദുഷിച്ച് പറയുക, ജോബിനെ കുറിച്ച് പഴി പറയുക, ജോബിനെ കുറ്റപ്പെടുത്തുക. 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? വെറുതെയാണോ അവൻ നിന്നെ ഭയപ്പെടുന്നത്? അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും നീ വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. അവൻ്റെ പ്രവൃത്തികൾ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവൻ്റെ സമ്പത്തിൽ കൈവച്ചാൽ അവൻ അങ്ങയെ ദുഷിക്കുന്നത് കാണാം. നമുക്ക് സാത്താൻ ഒരു കുറ്റം പറയാൻ ഒരു പോയിന്റും ഇല്ലെങ്കിലും അവിടെ ഇച്ചിരി കുറ്റം ഉണ്ടാക്കുകയാണ്. ഇതാണ് സാത്താൻ്റെ സ്വഭാവം.
കുറ്റം ആരോപിക്കുക, കുറ്റം പറയുക. ഇന്ന് ഞാൻ നിങ്ങൾ കുടുംബത്തിരുന്ന് കുറ്റം പറയുമ്പോൾ ആരുടെ സന്തതിയാണെന്ന് ചിന്തിക്കണം. ഇന്ന് ഞാൻ നിങ്ങളും ഓരോ ചാനലിലൂടെയും ഓരോ കാര്യങ്ങളിലൂടെയൊക്കെ ദുഷിവാക്കുകളും പഴിയും കുറ്റവും കുറ്റാരോപണങ്ങളും സമൃദ്ധമായി ചൊരിയുമ്പോൾ ആരുടെ പ്രവൃത്തിയാണ് നിർവഹിക്കുന്നത് എന്ന് ചിന്തിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം തിരുലിഖിതം, ജോൺ ചാപ്റ്റർ 8:44. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. നുണ പറയുന്ന, സത്യത്തിൽ നിലനിൽക്കാത്ത ആളുകളെ കണ്ട് യേശു പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. അവൻ നുണയനും നുണയുടെ പിതാവും. അതുപോലെ തന്നെ ദൈവവചനം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, അവൻ കുറ്റം ആരോപിക്കുന്നവനും പഴി പറയുന്നവനും ദുഷി പറയുന്നവനുമാണ്. ഞാനും നിങ്ങളും പഴി പറയുമ്പോൾ, ഞാനും നിങ്ങളും ദുഷിവാക്കുകൾ പറയുമ്പോൾ, ഞാനും നിങ്ങൾ കുറ്റം ആരോപിക്കുമ്പോൾ സ്വന്തം പിതാവായ പിശാചിൻ്റെ സ്വഭാവം അനുസരിച്ച് തന്നെ ഞാനും നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് തിരുലിഖിതം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുറ്റാരോപണ പ്രകൃതം, മറ്റുള്ളവരെ പഴി പറയുക, മറ്റുള്ളവരെ ദുഷിക്കുക, ഇങ്ങനെ ചെയ്യുമ്പോൾ കുടുംബം പിശാചിൻ്റെ വാസസ്ഥലമായി മാറുകയാണ്. 2-3 പേര് കുടുംബം കുറ്റം പറയാനുള്ള സ്ഥലമല്ല അത്. ദൈവസ്തുതികളും ദൈവിക കാര്യങ്ങളും കൃപാവചസ്സുകളും അല്ലേ അവിടെ നിന്ന് ഉയരേണ്ടത്. ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, ദേവാലയ മുറ്റത്ത് ഒരുമിച്ച് കൂടുമ്പോൾ, ഓരോ സമ്മേളന സ്ഥലങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, കുടുംബത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ദൈവകൃപ വർദ്ധിപ്പിക്കാനല്ലേ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഞാനും നിങ്ങൾ കുറ്റം പറയുന്നു, ഞാനും നിങ്ങൾ പഴി പറയുന്നു, ദുഷിക്കുന്നു, കുറ്റം ആരോപിക്കുന്നു. ആ സ്ഥലം മുഴുവനും അശുദ്ധമാകുകയും അത് പിശാചിൻ്റെ ആവാസസ്ഥാനമായി മാറുകയും ചെയ്യുന്ന ഒരു ദയനീയ രംഗമല്ലേ അതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ 2 കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, കുറ്റം ആരോപിക്കുന്ന പ്രകൃതത്തിൽ നിന്ന് എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിക്കട്ടയുമായി വരണമേ, എന്നെ തൊടണമേ, എന്റെ അധരങ്ങളെ പൗത്രീകരിക്കണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ യേശയ്യായുടെ അധരങ്ങളെ അഗ്നി കൊണ്ട് ശുദ്ധീകരിച്ചതുപോലെ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ അഗ്നിക്കനലുകളായി വന്ന് സൗഖ്യം നൽകണമേ, ശുദ്ധി നൽകണമേ, വിശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അഭിഷേകം നിറയട്ടെ, നിറയ്ക്കണമേ. സ്നേഹം നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ. പിശാചിന്റെ ആധിപത്യങ്ങൾ യേശുനാമത്തിൽ ഇപ്പോൾ ചിഹ്നമാകട്ടെ. കുടുംബങ്ങളിൽ നിന്ന്
പിശാചിന്റെ ആവാസങ്ങൾ യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. കുറ്റാരോപണത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ആത്മാക്കളെ യേശുനാമം അയച്ച് ഇപ്പോൾ കെട്ടുകാഴ്ച വിടുവിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം. യേശു പറഞ്ഞു, നിങ്ങൾ കുറ്റാരോപണം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമായി വാഴുന്ന എന്നേശുരാജാവേ, പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമായി വാഴുന്ന എന്നേശുരാജാവേ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നോനും സർവശക്തൻ ദൈവവുമായ കർത്താവേ, പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു സജീവനായി സന്നിഹിതമായിരിക്കുന്ന സമയമാണിത്. സാത്താൻ നമുക്കെതിരെ ഹിമാലയം പോലെ കുറ്റങ്ങൾ ആരോപിച്ച് കുറ്റങ്ങൾ നിരത്തി പർവ്വതീകരിച്ചാലും നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരു പ്രധാന പുരോഹിതൻ പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അവിടുത്തെ വലന്ന് ഭാഗത്ത് അവിടുന്ന് ഉപവിഷ്ടനാണ്. അവിടുന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി സംസാരിക്കും. ഈ സമയം 2 കരങ്ങൾ ഉയർത്താം. യേശുവേ, എൻ്റെ മധ്യസ്ഥനായിരിക്കണമേ. യേശുവേ, അങ്ങയുടെ തിരുരക്തം എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അവിടുന്ന് സമർപ്പിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. സകല ജനപദങ്ങളുടെ മേലും ഇപ്പോൾ യേശുവിന്റെ ശക്തി വെളിപ്പെടുന്നു. ഗ്ലോറി 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 ഗ്ലോറി. പരിശുദ്ധൻ 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 പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമായി വാഴുന്ന എന്നേശുരാജാവേ, സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയേ, നിത്യസഹായക